ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. സൂറത്ത് യാസീൻ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ സമുദായത്തിലെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു സൂറ. ആ സൂറത്തിൽ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികളോടൊപ്പം നമസ്കരിക്കുന്ന സമയത്ത്, ഇമാം നിന്ന സമയത്ത് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയാണ്. ആ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുകയാണ്. അടുത്ത ആയത്ത് ഓതുവാൻ പ്രവാചകൻ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ കൂടെ നിൽക്കുന്ന സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടുത്ത ആയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകൻ പക്ഷെ പാരായണം ചെയ്യുന്നില്ല. പിന്നെയും പ്രവാചകൻ പറയുന്നു, വീണ്ടും അനുയായികൾ പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നു. പ്രവാചകന് പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ല. ഒടുവിൽ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വഹാബാക്കൾ പോകുമ്പോൾ അവിടെ ഇരുന്ന് വിതുമ്പുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവർ കാണുന്നത്. അവർ ചോദിക്കുന്നുണ്ട്, അല്ലയോ യാ റസൂലല്ലാഹ്, താങ്കൾക്ക് എന്ത് പറ്റി? താങ്കൾ എന്തിനാണ് കരയുന്നത്? ഞങ്ങൾ പറഞ്ഞു തന്നിട്ടും എന്താണ് താങ്കൾക്കത് പാരായണം ചെയ്യാൻ സാധിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾ ആ ആയത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കിയിട്ടുണ്ടോ? നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ ചെയ്തത് മുഴുവൻ ശരിയായിരുന്നു എന്ന് കരുതി, നേരത്തെ പലരും സൂചിപ്പിച്ചു, ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചിട്ടൊടുവിൽ നാഥന്റെ മുമ്പിൽ നമ്മൾ എത്തപ്പെടുന്ന സമയത്ത് ഞാൻ ചെയ്തത് മുഴുവൻ ശരിയായിരുന്നു എന്ന് കരുതി അള്ളാഹുവിലേക്ക് വീണ്ടും വീണ്ടും എത്രയും വേഗത്തിൽ അങ്ങോട്ട് മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് എവിടെ കാണടോ നിങ്ങൾ ഇങ്ങനെ കുതിച്ചു വരുന്നത്? അല്ലയോ കുറ്റവാളികളെ, അങ്ങോട്ട് മാറി നിൽക്ക്. ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ദിവസമാണ്. ഞാൻ തൃപ്തിപ്പെട്ട, എന്നെ തൊട്ട് തൃപ്തിപ്പെട്ട, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട എന്റെ അടിയാറുകൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസമാണിത്. കുറ്റവാളികളെ, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗത്തിൽ ആളുകൾ അതെങ്ങനെ സഹിക്കുമെന്നോർത്താണ് ഞാൻ വിതുമ്പിയതെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഹൃദയങ്ങളിൽ അത് പ്രകമ്പനമുണ്ടാക്കണമെന്നാണ്. ചിലപ്പോൾ കരയുകയും ചിരിക്കുകയും ചെയ്യണമെന്നാണ്. അതിലൂടെ പാരായണം ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ അതിനുള്ളിലേക്ക് പ്രതിഷ്ഠിക്കുവാൻ എനിക്ക് സാധിക്കണമെന്നാണ്. നിങ്ങൾ എന്തേ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പുൽക്കടിയെക്കുറിച്ച്, ഈച്ചയെക്കുറിച്ച്, പുഴുവിനെക്കുറിച്ച്, പുൽച്ചാടിയെക്കുറിച്ച്, മണ്ണിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിന്തിക്കുവാൻ നമ്മളെ അത് പ്രേരിപ്പിക്കുന്നു.